ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഓൾഡ് ജീൻസ് ഒരു ഡെനിം ജാക്കറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ 32 സൈസുള്ള ഒരു മെൻസ് ജീൻസാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ഇതിൻ്റെ ലോവർ പാർട്ടിൽ നിന്ന് ഒരു 5 ഇഞ്ചസ് കട്ട് ചെയ്യാണ്. 32 സൈസുള്ള ഒരു മെൻസ് ജീൻസിൽ നിന്നും സ്മോൾ ടു മീഡിയം സൈസ് വരെയുള്ള ഒരു ജാക്കറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഞാൻ ജീൻസിൻ്റെ സെക്കൻഡ് കട്ടിങ് ചെയ്യാണ്. ഈ പാർട്ട് ഞാൻ സ്ലീവായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഏതെങ്കിലും ഡ്രസ്സ് എടുക്കാം, അല്ലെങ്കിൽ ഇഞ്ച് ടേപ്പ് വെച്ച് എത്ര ലെങ്ത്താണോ നമുക്ക് വേണ്ടത് അത് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 3/4 സ്ലീവ് ഉള്ള ഒരു ജാക്കറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 13 ഇഞ്ചസാണ് എടുത്തിരിക്കുന്നത്. 15 ഇഞ്ച് ലെങ്ത്തുള്ള ജാക്കറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ടോട്ടൽ 16 ഇഞ്ച് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. പോക്കറ്റിൻ്റെ സ്റ്റിച്ചസൊക്കെ നമുക്ക് അഴിച്ചെടുക്കാം. ഇനി നമുക്ക് 16 ഇഞ്ചസ് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തെടുത്ത ഭാഗം നമുക്ക് എടുത്തു വയ്ക്കാം. ഇനി നമുക്കിത് നിവർത്തിയിട്ടിട്ട് ഈ സിബിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇത് 2 പാർട്ടായിട്ട് എടുക്കാം. ഇപ്പോൾ നമുക്ക് 2 പീസസ് കിട്ടിയിട്ടുണ്ട്. അതിലൊന്ന് നമ്മൾ ജാക്കറ്റിൻ്റെ ഫ്രണ്ട് പാർട്ടും മറ്റേത് ബാക്ക് പാർട്ടായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പാർട്ട് കട്ട് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്തെടുക്കാം. പോക്കറ്റിൻ്റെ പാർട്സൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി ജാക്കറ്റിൻ്റെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഈ സ്റ്റിച്ച് സെൻറ്റർ ആക്കിയിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. ജാക്കറ്റിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ 3 ഇഞ്ചസാണ് എടുത്തിരിക്കുന്നത്. വിഡ്ത്തും 3 ഇഞ്ചസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി 2 ലൈൻസും കൂടി ജോയിൻ ചെയ്തിട്ട് ചെറിയൊരു കർവ് ഉള്ളിൽ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് റൗണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി പുറത്തോട്ട് നിൽക്കുന്ന ഭാഗം കുറച്ച് എക്സ്ട്രാ ആണ്, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ജാക്കറ്റിൻ്റെ ബാക്ക് നെക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ 1 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ചസ് വിഡ്ത്തുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കൈക്കുഴി കട്ട് ചെയ്തെടുക്കാം. കൈക്കുഴിയുടെ ലെങ്ത്ത് ഞാൻ 7 ഇഞ്ചസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്യാം. നല്ല വശം ചേർത്ത് ഷോൾഡറിൻ്റെ അവിടെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 പാർട്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്യുന്നതിനായിട്ട് താഴ്ഭാഗത്തു നിന്നും 3.5 ഇഞ്ച് ലെങ്ത്തിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഇനി ആ പോയിന്റിലോട്ട് മുകളിൽ നിന്നും ഒരു ഒബ്ലിക് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഈ ലൈനിൽ കൂടി നമുക്കൊരു ഫ്ലാറ്റേൺഡ് എസ് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി ആ ഷേപ്പിൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈസി ആയിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി താഴ്ഭാഗത്ത് സ്റ്റിച്ച് ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വശവും കൂടി ചേർത്ത് വെച്ച് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ 2 സൈഡിൽ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ അറ്റം 2ആയിട്ട് മടക്കിയിട്ട് നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ ജാക്കറ്റിൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് അഴിച്ചിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇനി ഓപ്പൺ ചെയ്ത് 2 അറ്റവും മടക്കി അടിച്ചു കൊടുക്കാം. ഇനി അടുത്തത് നമ്മൾ കോളർ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നെക്കിൻ്റെ ചുറ്റളവ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. കോളർ ലെങ്ത്ത് എനിക്ക് കിട്ടിയിരിക്കുന്നത് 15 ഇഞ്ചസാണ്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് വേസ്റ്റ് ബാൻഡിൽ നിന്നാണ്. 15 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു കോളർ പാർട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നെക്കിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കോളർ നമ്മൾ അറ്റാച്ച് ചെയ്തു. ഇനി ജാക്കറ്റിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പോക്കറ്റ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ജാക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.